ഗഫൂർക്ക എന്നാലേ നിങ്ങള് പോണ മുന്നേ നമ്മൾ ഈ വൈബിന് ഒരു കൂട്ടെടുത്ത് പോവാ. ഗുഡ് വൈബ് ഒരു ചാനലാണേ. എനിക്ക് 16 ആയിന്നാ. ഇപ്പൊ ഇല്ല, ഈവനിങ് നല്ല മഴയായിരുന്നു. ആണോ? 16 24 വരുമ്പോ എത്രയാണേ? എനിക്ക് മനസ്സിലായില്ല. ഗഫൂറിക്ക ഇത്രയാണോ? 16 + 24. ഞാൻ കൂട്ടുകൊടുത്തൂന്ന് നമ്മളെ ഷെഫി പറഞ്ഞു കണ്ടോ ഗഫൂർക്ക? ഷെഫിന്റെ അതേ ഏജ് ആണോ? 16 + 24 ആണോ? 16 വയസ്സിലായിരുന്നു കല്യാണം. നമ്മൾ ജസന്റെ അങ്ങനെ തന്നെ 16 വയസ്സിലായിരുന്നു കല്യാണം എന്ന് പറയണേ. എന്റെ 16 വയസ്സിലൊന്നല്ല, ഇപ്പൊ 24 വർഷമായി. അല്ല, അപ്പൊ ഗഫൂർ ഖാന്റെതോ? ഇളയവരെ സ്നേഹിക്കുക, വലിയവരെ ബഹുമാനിക്കുക, അത്രേ ഉള്ളൂ. വലിയവരെ ബഹുമാനിച്ചാലും സ്നേഹിച്ചാലും ഒക്കെ കണക്കാണ്. അപ്പൊ ഇളയവരും അതേപോലെ തന്നെ ബഹുമാനിച്ചാലും സ്നേഹിച്ചാലൊക്കെ കണക്കാണ്. എല്ലാവരോടും സ്നേഹം മതി. മുഹബത്തിന്റെ ഈണം പോലെയാട്ടെ ജീവിതം. യെസ്. വൈബേ, പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങളൊക്കെ ഇടോ? ഒന്ന് ചേച്ചി ടാസ്കിൽ വന്നിട്ടില്ലേ? ഞാനും പോയിട്ടില്ല. ഞാൻ ഇത് നോക്കിയിട്ടുള്ളൂ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇന്നലെ ഇട്ടിട്ടില്ല, എന്നും പോയിട്ടില്ല. എന്റെ ഏജ് ആണോ? അത് ശരിയാണ്. പിന്നെ ആണോ? കഴിക്കാൻ വരണോ? എൻ്റെ അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാനില്ല, എന്താ കൂട്ടാൻ. ഓക്കെ ബൈ. ഗഫൂർക്ക് പോവാണോ? ഇൻഷാ അല്ലാ ട്ടാ. അതിനെന്തിനാ കേടന്നിട്ട്? കേടന്നില്ലത്. ഒന്ന് ജന്ന കടത്തിയത്. പൊട്ടിട്ട. ഞാൻ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടല്ലേ, വിളിക്കില്ല, സോറീന്ന്. ഇങ്ങോട്ട് തരുമോ? എന്നാൽ വരാം. വന്നിട്ട് കാര്യമില്ല മോനെ, കറി ഒന്നും ഇല്ല കേട്ടോ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ആണ്. എന്ത് ജെസ്സി, നിനക്ക് അച്ചാർ ഞാൻ എടുത്തു വെച്ചാണോ? ഇൻഷാ അല്ലാ ഞാൻ കിടക്കുമ്പോഴേ ആർക്ക് ഞാൻ മെസ്സേജ് അയക്കട്ടോ. എന്ത് വേണമെങ്കിലും വിളിച്ചോ, തെറി വിളിക്കാതിരുന്നാൽ മതി. ഇതാരോ പറഞ്ഞിരുന്നല്ലേ ഈ ഡയലോഗ്? എന്ത് വേണമെങ്കിൽ വിളിച്ചോ, തെറി മാത്രം വിളിക്കരുതെന്ന്. ആരാണത് പറഞ്ഞാള്? നമ്മളെ കിങ്ങിനെയാണ് പറഞ്ഞത്. എന്ത് വേണമെങ്കിൽ വിളിച്ചോ, തെറി മാത്രം വിളിക്കരുത് എന്നാണ്.